ജാർഖണ്ഡിൽ മാവോയിസ്റ്റ് വേട്ട. ബൊക്കാറോ ജില്ലയിൽ 6 നക്സലുകളെ സുരക്ഷാസേന വകവരുത്തി. CRPFും കോബ്ര കമാൻഡോകളും പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് നക്സലുകളെ വധിച്ചത്. പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണ് എന്നുള്ളതാണ് വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ഏറെ നാളുകളായി നമ്മൾ കേൾക്കുന്നതാണ് ജാർഖണ്ഡിൽ നടക്കുന്ന മാവോയിസ്റ്റ് വേട്ട. ഇപ്പോൾ ബൊക്കാറോ ജില്ലയിൽ 6 നക്സലുകളെ സുരക്ഷാസേന വകവരുത്തിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. വിനോദ മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ ജാർഖണ്ഡ് DGP നൽകിയിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് 8 കമ്മ്യൂണിസ്റ്റ് ഭീകരരെ മേഖലയിൽ വധിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ജാർഖണ്ഡിൽ ബൊക്കാറോ ജില്ലയിലാണ് ഏറ്റുമുട്ടൽ ഇന്ന് പുലർച്ചെ മുതൽ ആരംഭിച്ചിട്ടുള്ളത്. CRPFും ഒപ്പം സംസ്ഥാന പോലീസും സംയുക്തമായിട്ടാണ് സംസ്ഥാന പോലീസിലെയും സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും സംയുക്തമായാണ് ബൊക്കാറോ ജില്ലയിൽ മാവോയിസ്റ്റ് സാന്നിധ്യം തിരിച്ചറിഞ്ഞ മേഖലയിൽ പരിശോധന നടത്തിയത്. തുടർന്നുണ്ടായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഏറ്റവും ഒടുവിൽ ജാർഖണ്ഡ് DGP നൽകുന്ന വിവരമനുസരിച്ച് 8 കമ്മ്യൂണിസ്റ്റ് ഭീകരരെ വധിച്ചിരിക്കുകയാണ്. അതിൽ തലയ്ക്ക് 1 കോടി രൂപ വിലയിട്ട ഒരു ഭീകരൻ ഉൾപ്പെടെയാണ് 8 പേർ കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാവോയിസ്റ്റ് വിരുദ്ധ നടപടികളിൽ ഏറ്റവും വലിയ വിജയം എന്ന് തന്നെയാണ് ജാർഖണ്ഡ് പോലീസ് ഈ ഓപ്പറേഷനെ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് സംസ്ഥാന പോലീസ് തലയ്ക്ക് 1 കോടി രൂപ വിലയിട്ട ഭീകരൻ വിവേക് ഉൾപ്പെടെ 8 കമ്മ്യൂണിസ്റ്റ് ഭീകരർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ജാർഖണ്ഡ് DGP വ്യക്തമാക്കിയിട്ടുള്ളത്. ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, തെലങ്കാനയിൽ ഛത്തീസ്ഗഡിനോട് ചേർന്ന മേഖലയിലാണ് നിലവിൽ രാജ്യത്ത് ഇത്തരത്തിൽ ആയുധമേന്തിക്കൊണ്ടുള്ള മാവോയിസ്റ്റ് ഭീകരരുടെ സാന്നിധ്യം ശേഷിക്കുന്നത്. ഇവിടങ്ങളിൽ അതിശക്തമായിട്ടുള്ള മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടമാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സംസ്ഥാന കേന്ദ്ര സേനകളുടെ സംയുക്തമായിട്ടുള്ള ഓപ്പറേഷനിലൂടെ നടത്തി വരുന്നത്. ദിവസങ്ങൾക്ക് മുൻപാണ് ഛത്തീസ്ഗഡ് തെലങ്കാന അതിർത്തിയിൽ വനമേഖലയിൽ 30-ലധികം കമ്മ്യൂണിസ്റ്റ് ഭീകരർ ആയുധം താഴെ വെച്ചുകൊണ്ട് നിയമാനുസൃതമായിട്ടുള്ള പുനരധിവാസ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ളത്. ഛത്തീസ്ഗഡിൽ സുഗ്മ, ബീജാപൂർ, ദന്തേവാഡ തുടങ്ങി കമ്മ്യൂണിസ്റ്റ് ഭീകരർ കൊടികുത്തി വാണിരുന്ന സ്ഥലങ്ങളിൽ പോലും ഇന്ന് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും അവിടെ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനും കമ്മ്യൂണിസ്റ്റ് ഭീകരരെ ഒതുക്കാനും സാധിച്ചു എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെ ഏറ്റവും വലിയ വിജയം. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ജാർഖണ്ഡിലും ഇത്തരത്തിൽ നടപടികൾ ശക്തമാക്കുന്നത്. അതിൻ്റെ ഭാഗമായി ബൊക്കാറോയിൽ നടന്നിട്ടുള്ള ഏറ്റുമുട്ടലിലാണ് ഇപ്പോൾ 8 കമ്മ്യൂണിസ്റ്റ് ഭീകരർ കൊല്ലപ്പെട്ടിട്ടുള്ളത്. സുരക്ഷാ സേന നൽകുന്ന കൃത്യമായ മുന്നറിയിപ്പ്, അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുൻപ് ബീജാപൂരിൽ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള മേഖലയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്, ഒന്നുകിൽ ആയുധം വെച്ച് കീഴടങ്ങി മുഖ്യധാരയിലേക്ക് എത്തുക, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവർക്ക് സംരക്ഷണം നൽകും, പുനരധിവാസ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ ആയുധമെടുത്തുകൊണ്ട് വികസനത്തിന്റെ പാതയിൽ ഇനി ആയുധമെടുത്തുകൊണ്ട് തടസ്സം നിന്നാൽ ശക്തമായ നിയമ നടപടി നേരിടേണ്ടി വരും. ജാർഖണ്ഡിലാണ് നക്സലൈറ്റ് വേട്ട നടക്കുന്നത്.